ദേശീയ ഗെയിംസിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ കേരള ഒളിമ്പിക് അസോസിയേഷനും കായിക മന്ത്രിയും തമ്മിലെ പോര് മൂർച്ഛിക്കുന്നു. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത് പച്ചക്കള്ളമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ ഒരു കായിക സംഘടനയ്ക്കും സർക്കാർ പണം നൽകിയിട്ടില്ല. കായിക മന്ത്രി വട്ടപൂജ്യമാണെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ മോശം പ്രകടനത്തിന് പിന്നാലെ കായിക വകുപ്പും ഒളിമ്പിക് അസോസിയേഷൻ തമ്മിലുള്ള പോര് കൂടുതൽ മുറുകി. ഉത്തരാഖണ്ഡിൽ കേരള സംഘത്തിന് മാനഹാനിയുണ്ടായതിന് കാരണം കായിക മന്ത്രിയാണെന്ന് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞു. കായിക സംഘടനകൾ പണം വാങ്ങി പുട്ടടിക്കുന്നുവെന്ന മന്ത്രിയുടെ പരാമർശത്തിനും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് മറുപടി നൽകി. പൈസ വാങ്ങി പുട്ടടിക്കാൻ പൈസ കൊടുത്താലല്ലേ, കാശ് കൊടുത്താലല്ലേ പുട്ടടിക്കാറുള്ളൂ. കഴിഞ്ഞ ഇദ്ദേഹം വന്ന 4 വർഷമായിട്ട് 1 രൂപ പോലും ഒരു സംഘടനയ്ക്കും കൊടുത്തിട്ടില്ല. ഹോക്കിക്ക് തരാമെന്ന് പറഞ്ഞ 10 ലക്ഷത്തിൽ ആകെ നൽകിയത് 5 ലക്ഷം. താൻ 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയെന്ന് മന്ത്രിക്ക് മറുപടി. കായിക സംഘടനാ ഭാരവാഹികളെ കള്ളന്മാരാക്കുകയാണ് മന്ത്രി. 3-4 വർഷത്തിനിടയിൽ കായിക സംഘടനകൾ 1 രൂപ ഈ സ്പോർട്സ് കൗൺസിൽ വാങ്ങിയെങ്കിൽ രേഖ കാണിക്കട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കാണിക്കാൻ. വിവാദം രൂക്ഷമായതോടെ മന്ത്രിക്കും സ്പോർട്സ് കൗൺസിലിനുമെതിരെ കൂടുതൽ കായിക സംഘടനകൾ രംഗത്ത് വന്നേക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് മന്ത്രി സംസാരിക്കുന്നതെന്ന വിമർശനവും കായിക സംഘടനകൾക്കുണ്ട്. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.